രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ പി ചേക്കുട്ടി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ പി ചേക്കുട്ടി, കേരളത്തിലെ വോട്ടർ പട്ടികയിലും പരിഷ്കരണം നടപ്പിലാവുകയാണ്. ബീഹാറിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലും ഈ പരിഷ്കാരം നടക്കാൻ പോകുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരു കാരണവശാലും അർഹതപ്പെട്ടവരൊന്നും പട്ടികയ്ക്ക് പുറത്തു പോകില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിലെ ബീഹാറിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അന്തരീക്ഷമാണുള്ളത്. ബീഹാറിൽ യഥാർത്ഥത്തിൽ ഈ ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റിക്കൽ ഫോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ആളുകൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് പരിഹരിക്കാനുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം താഴെ തട്ടിൽ അവിടെ ഇല്ല. കേരളത്തിൽ പക്ഷേ ഗ്രാമതലത്തിൽ ഏറ്റവും എന്താ പറയുക റിമോട്ടസ്റ്റ് ആയിട്ടുള്ള ഗ്രാമത്തിൽ പോലും വളരെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്, മാധ്യമങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ ഒരു 5-10 ആളുകളെ ബോധപൂർവം ആരെങ്കിലും പുറത്തു കളിയാൻ ശ്രമിച്ചാൽ അത് വളരെ വളരെ അസാധ്യമായിട്ടൊരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ബീഹാറിലൊക്കെ നടന്ന മാതിരി 65 ലക്ഷം ആളുകൾ ഒറ്റയടിക്ക് പുറത്തു കളഞ്ഞ ഒരു അവസ്ഥ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ആ തരത്തിലൊരു സിറ്റുവേഷൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉള്ളത്, ഇപ്പൊ കേരളത്തിൽ ഈ പുതിയ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്ന സമയത്ത് പൊതുവെ തന്നെ വളരെ അപ് ടു ഡേറ്റ് ആണ് കേരളത്തിന്റെ പട്ടിക. രണ്ടാമത് ഏതെങ്കിലും കാരണവശാൽ ആളുകൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ആധാർ കാർഡ് കൂടി ഇപ്പൊ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പുറത്തുനിന്ന് വന്ന ഇവിടെ താമസിക്കുന്ന ആളുകൾ, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടർ പട്ടികയിൽ അവർക്ക് പേര് ചേർക്കാനുണ്ടാകാനിടയുള്ള ചില തടസ്സങ്ങൾ ഒഴിച്ചാൽ കേരളത്തിൽ സ്ഥിരമായിട്ട് താമസിച്ചു വരുന്ന ആളുകൾക്കോ ഗൾഫിൽ താമസിക്കുന്ന ആളുകൾക്കോ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം വളരെയേറെ ജാഗ്രതയുള്ള ഒരു രാഷ്ട്രീയ സമൂഹമാണ് കേരളത്തിലുള്ളത് എന്നാണ് അതിന് കാരണം. ഈ 20-ാം തീയതിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ തന്നെയും ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ എന്തൊക്കെയായിരിക്കാം ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ആശങ്കകളൊക്കെ എന്തൊക്കെയായിരിക്കും? അല്ല, പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ പുറത്തു പോകുന്നുണ്ട്, അതേപോലെ തന്നെ ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ ഇപ്പോൾ ഉള്ള വോട്ടർമാരിൽ ഇവിടെ ഇല്ലാത്ത ആളുകള് അവർ പിന്നെ ലിസ്റ്റിൽ നിന്ന് പുറത്തു കളയും. അതേപോലെ തന്നെ പുതുതായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളെ ലിസ്റ്റ് ചേർക്കും. ഈ ഒരു പ്രോസസ്സിനകത്ത് കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾക്ക് ഗൾഫിലൊക്കെ നല്ല തോതിലുള്ള സ്വാധീനമുള്ളത് കൊണ്ട് ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം വോട്ടർ പട്ടിക പരിഷ്കരണം പിന്നെ ഭാഗമായിട്ടുള്ള എല്ലാ ലിസ്റ്റുകളും അതാത് സമയത്ത് പ്രസിദ്ധീകരിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പിന്നെ ജാഗ്രതയോടുകൂടി കമ്മീഷൻ പ്രവർത്തിക്കണം എന്നല്ലാതെ ഇത് കേരളത്തിൽ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കും എന്ന മറ്റുള്ള ഒരു സമീപനം ആരെങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ അന്തരീക്ഷം ഇന്ത്യയിലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം സഹകരിച്ചാണ് ഇക്കാര്യത്തിൽ വോട്ട് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഈ തരം കാര്യങ്ങളിൽ പൊതുവെ ഒരു കേരളത്തിൽ സഹകരണാത്മകമായിട്ടുള്ള സമീപനമാണ്. കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അങ്ങനെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.